ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയത് ഇതുപോലത്തെ ഒരു ഫോർഡിൻ്റെ FMS F100 നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്താണ്. ഇത് നമ്മൾ പേപ്പറും കാർബോണും ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഇങ്ങനത്തെ കട്ടിയുള്ള പേപ്പർ എടുക്കുക. എൻ്റെ പേപ്പർ നമ്മൾ ഈ വണ്ടിയുടെ സൈഡ് ഭാഗം രണ്ടെണ്ണം ഇങ്ങനെ വരച്ച് മുറിച്ചെടുത്തിട്ട് അങ്ങനെ മുറിച്ചെടുക്കുക. അതിൻ്റെ അതിന് ഓരോ എടുക്കുക. എൻ്റെ ഓരോത്തിൻ്റെ ഫ്രണ്ടിൽ ഇത് ഇങ്ങനെ ഒരു പേപ്പർ എടുക്കാണ്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് മടക്കിയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതുകഴിഞ്ഞിട്ട് അപ്പുറത്തെ ഭാഗം അപ്പുറത്ത് വെച്ച് ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ ഇതിൻ്റെ മോൾ ഭാഗത്തും ഇങ്ങനെ ഒരു പേപ്പർ ചൊട്ടിച്ചെടുക്കുക. ഇത് നമ്മൾ വണ്ടിയുടെ ഗ്ലാസ് ഇങ്ങനെ വരച്ച് മുറിച്ചെടുത്തിട്ടാണ് അത് നമ്മൾ അവിടെ ചൊട്ടിച്ചെടുക്കുക. കണ്ട അങ്ങനെ അങ്ങനെ തന്നെ ഒരു പീസ് എടുത്തിട്ട് നമ്മളിതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ചൊട്ടിച്ചെടുക്കുക. അപ്പോൾ അത് ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ഇങ്ങനത്തെ നീളത്തിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് ഇങ്ങനെ അടച്ചെടുക്കുക. കണ്ട ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. പിന്നെ നമ്മളതിൻ്റെ ഗ്രില്ലൊക്കെ വരച്ചെടുത്തിട്ട് അത് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അവിടെ ചൊട്ടിച്ചെടുക്കുക. കണ്ട അതിൻ്റെ ഇങ്ങനത്തെ ഒരു 2-3 ഒരുമിച്ച് ഒട്ടിച്ച പേപ്പർ എടുത്തിട്ട് ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക. കണ്ട ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുക. പിന്നെ ബോഡിയുടെ പണി ഏകദേശം കഴിഞ്ഞിട്ട് നമുക്ക് ടയർ ഉണ്ടാക്കാൻ അതിന് വേണ്ടി ഒരു 3 റൗണ്ടിലുള്ള പീസ് വേണം കേട്ടോ. കാർബോർഡിൻ്റെ ഡോർ എടുത്തിട്ട് അതിന്മേൽ ഈ പേപ്പറാണ് സ്വിച്ച് ഇങ്ങനെ റോൾ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെയാണ് റോൾ ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു റൗണ്ട് കൂടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ഹോളുള്ള കാർബണിൻ്റെ പീസ് ഇത് ഇങ്ങനെയാണ് വെച്ച് ഒട്ടിച്ചെടുക്കുക. കണ്ട അതിൻ്റെ വേറൊരു പേപ്പറിൻ്റെ നീളത്തുള്ള പീസ് എടുത്തിട്ട് ഇങ്ങനെ റോളാക്കിയിട്ട് നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇറക്കുക. അതിങ്ങനെ എന്നിട്ട് ബാക്കിയൊന്ന് മുറിച്ചളയാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കാർബണിൻ്റെ പീസ് ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചെരിച്ച് മുറിക്കുക. എന്നിട്ട് ഇങ്ങനെയാണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാണ്ട് ബാക്കി ഭാഗം മുറിച്ചെടുക്കുക. അങ്ങനെ തന്നെ ഇപ്പുറ സൈഡും ചെയ്യാം. എന്നിട്ട് അത് മൊത്തത്തിലാണ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ടയർ ആയി കിട്ടും കേട്ടോ. അങ്ങനെ ഒരു 4 ഉണ്ടാക്കിയെടുക്കുക. ആ 4 ഇങ്ങനത്തെ ഒരു കാർബണിൻ്റെ പീസുകളിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ സെറ്റ് വെച്ച് നമ്മൾ നേരെ വണ്ടിയിലേക്ക് പിടിപ്പിക്കുക. ഇതിങ്ങനെയാണ് പിടിപ്പിക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ വണ്ടിയുടെ ബാക്ക് ഭാഗത്ത് ഇതിങ്ങനെയാണ് വെച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഈ മുകളിലൊക്കെ ലൈറ്റില്ല അത് നമ്മൾ ഇങ്ങനെ പേപ്പറിൻ്റെ മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയോടെ ചെയ്താൽ നമ്മുടെ വണ്ടിയുടെ പണി മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സാധനം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.